വിൻഷേട്ടൻ പട്ടാമ്പി വർക്ക് കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനൊരു ബാണ്ടക്കെട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം എനിക്കുള്ള കൊറിയറും വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടാണ് വരിക. ഇന്ന് വരുമ്പോഴത്തേ പട്ടാമ്പി ടോപ്പാസ് എന്നൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ആർക്കാന്നും എന്താന്നും ഞാൻ ലാസ്റ്റ് പറയാട്ടോ. നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് വല്ല ഫർണിച്ചർ ആയിക്കോട്ടെ, കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൂടുതലും ടോപ്പാസിലേക്ക് ആയിട്ട് പോവാറ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സോഫ, അതുപോലെ തന്നെ ആ ക്രീം വൈറ്റ് സോഫ കവർ, ഡൈനിങ് ടേബിൾ, ചെയർ, ടീപ്പോ, ഇതൊക്കെ നമ്മൾ ടോപ്പാസിനായിട്ട് എടുത്തേക്കണത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ പരിചയം വിൻഷേട്ടന്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, പ്രീതി ചേച്ചി. ആൾ അവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ചെറിയ മഴ കൊണ്ടോണ്ടാ തോന്നുന്നു കേട്ടോ. മുളക് ബജിയും ഉള്ളിവടൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും തേജും ഓൾറെഡി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിൻഷേട്ടനുള്ള ശർക്കര കാപ്പിയൊക്കെ കൊടുത്തു. തേജുവിനാണെങ്കിൽ പരിപ്പ് വടി ഉഴുന്നുവടി ആയിട്ട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇതേ മുളക് ബജിയുടെ തോല് മാത്രം കഴിച്ചു നോക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടാ. പിന്നെ ഞങ്ങൾ ഇതേ കുറച്ചൊരു ഉമ്മർത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. വിൻഷേട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. എന്റെ അപ്പുറത്ത് വിൻഷേട്ടൻ ഇരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ ചെറിയ രീതിക്ക് പോസ്റ്റ് ആണ് കേട്ടോ. കാരണം വിൻഷേട്ടൻ വർക്കിലാണ്. പിന്നെ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം തേജപ്പന്റെ കൂടെ കുറച്ച് നേരം ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. തേജു ആണെങ്കിൽ ഭയങ്കര ഫുട്ബോൾ പ്ലെയർ എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഫുട്ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ അതേ മെസ്സിനെയും റൊണാൾഡോനെയൊക്കെ മാറ്റി മാറ്റി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവരുടെ സ്റ്റൈലൊക്കെ. പക്ഷെ അവർ റൊണാൾഡോയ്ക്ക് റൊണാൾഡോ എന്നാണ് കേട്ടോ പറയുക. തേജുവിന് ഫുട്ബോളിനോടാ കൂടുതൽ ഇഷ്ടമെങ്കിൽ വിൻഷേട്ടന് ഇതേ ക്രിക്കറ്റിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു ടൈപ്പിലായിട്ടാ കളിക്കുക. കാരണം കുറച്ചു നേരം ഫുട്ബോൾ കളിക്കും, കുറച്ചു നേരം ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലായിട്ടാ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം നമ്മുടെ ഗിഫ്റ്റ് എടുത്തിട്ട് ഇതേ പോവാണ് കേട്ടോ. അപ്പൊ വേറെ എവിടേക്കാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു വീട് പണി നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരിതേ താമസമായിട്ടുണ്ട്. ഫംഗ്ഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പാല് കാച്ചിട്ട് നേരെ കയറുക ചെയ്തത്. അപ്പൊ പിന്നെ നമ്മൾ ഇതൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇതേ വിൻഷേട്ടനെയും കുട്ടി പോവാണ്. വിൻഷേട്ടൻ അങ്ങനെ ഫ്രീ ആവാത്തോണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ലാഗ് അടിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതേ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അവരെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കമ്പനി ആട്ടോ നമ്മളായിട്ട്. മെയിനായിട്ട് നമ്മുടെ ഒരു വൈബിനനുസരിച്ചിട്ടുള്ള ആൾ തന്നെ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഹരിത എന്റെ അനിയത്തിയുടെ പ്രായമാവും എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ അല്ല, അവളെന്റെ ചേച്ചിയായിട്ടാണ് വരിക കേട്ടോ. കുറെ കഴിഞ്ഞ് നമ്മൾ ഏജ് ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ ചേച്ചിയുടെ സ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലായതാട്ടെ. പക്ഷെ എന്തോ ഞാൻ അവളെ എന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് കാണുകയും ചെയ്തു, അവളാണെങ്കിൽ എന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെന്നെ ചേച്ചിന്ന് വിളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പേര് വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളൊരു ജഗ്ഗും അതുപോലെ തന്നെ കുറച്ച് കപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. കാരണം നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. തൊട്ടപ്പുറത്തല്ലേ, വലിയ ദൂരമൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.